നാളെയാണ് ജൂൺ 23. കാത്തിരിപ്പുകളെല്ലാം നാളെ അവസാനിക്കുകയാണ്. എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്ക്. അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ മുന്നണികൾ ഇങ്ങനെ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു. നാളെ നിലമ്പൂരിലെ സൂര്യോദയം എങ്ങനെയായിരിക്കുമെന്ന് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിലമ്പൂരിന്റെ ജനവിധി നാളെ അറിയാം. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മുന്നണികൾ. എല്ലാ തയ്യാറെടുപ്പുകളുമായി കൈരളി ന്യൂസും പ്രേക്ഷകരോടൊപ്പം രാവിലെ 6 മണി മുതൽ തത്സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. വിശകലനങ്ങൾ, ഒപ്പം തന്നെ തത്സമയ വാർത്തകൾ, മണ്ഡലത്തിൽ നിന്നുള്ള സമഗ്രമായ വിവരങ്ങൾ ഓരോ മിനിറ്റിലും നിങ്ങളിലേക്ക് എത്തും. നമ്മൾ പോകുന്നു നിലമ്പൂരിലേക്ക്. നിലമ്പൂരിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് KT സ്വാലിഹ്. നാളത്തെ വോട്ടെണ്ണലിന്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി, ഒപ്പം തന്നെ മുന്നണി ക്യാമ്പുകളിലെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനായി. സ്വാലി, ഗുഡ് മോർണിംഗ്. എല്ലാ കാത്തിരിപ്പും നാളെ അവസാനിക്കുകയാണ്. ഇന്നൊരൊറ്റ ദിവസം കൂടി എന്താണ് നിലമ്പൂരിന്റെ ജനവിധി എന്നറിയാനുള്ള ആകാംക്ഷയ്ക്ക് അവസാനമാകും. അവസാന മിനിറ്റുകളിൽ മുന്നണികളുടെ കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മനു. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആദ്യം 4 ടേബിളുകളിലായി സർവീസ് വോട്ടും പിന്നീട് പോസ്റ്റൽ വോട്ടുകളും, ഒരു ടേബിളിൽ സർവീസ് വോട്ടും എണ്ണും. അതിന് പിന്നാലെ 14 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. ഈ VVPAT ഉൾപ്പെടെയുള്ള വോട്ടെണ്ണൽ മെഷീനുകളിലെ എണ്ണൽ ആരംഭിക്കുക. ആദ്യത്തെ 4 റൗണ്ട് കഴിഞ്ഞാൽ, ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. അത് തണ്ണിക്കടവ് ബൂത്തിൽ നിന്നാണ് ആദ്യത്തെ വോട്ടെണ്ണൽ തുടങ്ങുന്നത്. 4 റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് വഴിക്കടവ് പഞ്ചായത്തിൽ ആർക്കാണ് ലീഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. വ്യക്തമായ ഒരു ഫലസൂചന 8:30 തന്നെ പുറത്തു വരും. വഴിക്കടവ് പഞ്ചായത്ത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33 വോട്ടുകളാണ് LDFന് ലീഡുണ്ടായിരുന്നത്. നിലവിൽ ഇത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അതിനുശേഷം UDFന് ചെറിയ മേൽക്കൈയുള്ള ഏതാണ്ട് 2000-ഓളം വോട്ടിന്റെ മേൽക്കൈ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നല്ല മേൽക്കൈ UDFന് ലഭിച്ച മുത്തേടം പഞ്ചായത്തിലാണ് പിന്നീട് വോട്ടെണ്ണൽ നടക്കുക. LDF ഭരിക്കുന്ന അമരമ്പലം, പോത്തുകല്ല്, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ വ്യക്തമായ ലീഡ് ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. അൻവർ ഈ കുറച്ച് വോട്ടുകൾ, അൻവർ ഏത് മുന്നണിയുടെ വോട്ടുകളാണ് പിടിക്കുക എന്നത് സംബന്ധിച്ച് 2 മുന്നണികളിലെയും നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അൻവറിന്റെ സ്വാധീനം, അൻവർ കൂടുതൽ വോട്ട് എവിടെ നിന്ന് പിടിക്കുന്നു അതിനെ ആശ്രയിച്ചായിരിക്കും ഭൂരിപക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുന്നണികളെല്ലാം വലിയ വിജയപ്രതീക്ഷ ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം അൻവറും വലിയ വോട്ട് ശേഖരിക്കാനാവുമെന്ന ഒരു പ്രതീക്ഷ അൻവറും പങ്കുവെക്കുന്നുണ്ട്. കൂട്ടിയും കിഴിച്ചുമെല്ലാം വലിയ വിജയപ്രതീക്ഷയിൽ പായസവും പാട്ടും പടക്കവും ഒക്കെയായി മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വിജയാഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോലും മുന്നണികളുടെ ഒക്കെ പ്രവർത്തകർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. നാളെ എന്തായാലും 7 മണിയോടെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് നൽകാനാവും. തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്വാലി പറഞ്ഞതുപോലെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്, നഗരസഭ കേന്ദ്രീകരിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വേണമെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിലേക്കൊന്ന് വെക്കാം. സ്വാലി ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം. ഇപ്പോൾ നിലമ്പൂർ നഗരസഭ എടുക്കുകയാണെങ്കിൽ, നഗരസഭയിൽ കഴിഞ്ഞ തവണ LDFന്റെ ലീഡ് എന്ന് പറയുന്നത് 1513 വോട്ടായിരുന്നു. സ്വാലി ഇത്തവണയും അതിനടുത്ത അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു ലീഡാണോ നഗരസഭയിൽ LDFന്റെ പ്രതീക്ഷ? അതിന് മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയുണ്ടോ? എന്താണ് നഗരസഭയെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ? നമുക്ക് ഓരോന്നായി എടുത്തു പോകാം. തീർച്ചയായും നഗരസഭയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 13,564 വോട്ട് ലഭിച്ചപ്പോൾ UDFന് 12,051 വോട്ടാണ് ലഭിച്ചത്. ഇവിടെ NDAക്ക് 1,519 വോട്ടുകൾ നിലമ്പൂർ നഗരസഭയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഒരു കണക്കിൽ ഈ നഗരസഭയിൽ ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തിലും UDFന് വ്യക്തമായ മേൽക്കൈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കിൽ
ഈ അമരമ്പലം, അതോടൊപ്പം തന്നെ പോത്തുകല്ല്, നിലമ്പൂർ നഗരസഭയിലാണ് LDFന് ലീഡ് എങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വഴിക്കടവിലും കരുളായിയിലും പോത്തുകല്ലിലും ചുങ്കത്തറയില്ല അമരമ്പലത്തുൾപ്പെടെ LDFന് ലീഡ് ഉണ്ടായിരുന്നു. വഴിക്കടവിലെ ലീഡ് ഒരു നിർണായകമായാണ് രണ്ട് മുന്നണികളുടെയും പ്രവർത്തകർ കാണുന്നത്. കാരണം വഴിക്കടവ് പഞ്ചായത്തിൽ UDFന് സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലീഡ് നൽകുന്ന ഒരു പഞ്ചായത്താണ്. ഭരണവും UDFന് തന്നെയാണ്. പക്ഷേ നിലവിൽ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ഭൂരിപക്ഷം ആ അതെ, തീർച്ചയായും LDFനാണ് വഴിക്കടവ് പഞ്ചായത്തിൽ ലീഡ് ഉണ്ടായിരുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷം UDFന് ലഭിച്ചാൽ പോലും പിന്നീട് LDFന് ഇത് മറികടക്കാൻ കഴിയും. കാരണം ആദ്യ ട്രെൻഡുകളൊന്നും നമുക്ക് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രായോഗികമായി നമുക്കൊരു കണക്ക് കൂട്ടാൻ സാധിക്കില്ല. ഈ ട്രെൻഡുകൾ മറിയുന്നത് ഓരോ പഞ്ചായത്തിലും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അൻവറിന് കുറച്ച് സ്വാധീനമുള്ള കുറച്ച് വോട്ടുകൾ, അദ്ദേഹം ഒരു 1500ഓളം വോട്ടുകൾ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് പിടിക്കുമെന്നാണ് അൻവറുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ വോട്ടായിരിക്കും? അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലീഡ് നില ആയിരിക്കില്ല വഴിക്കടവിൽ തന്നെ ഉണ്ടാവുക. ഇടതുമുന്നണിക്കാണെങ്കിൽ വലിയ പ്രതീക്ഷ, സ്വന്തം വോട്ടുകൾ 90% പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അനുഭാവി വോട്ടുകൾ ഉൾപ്പെടെ പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൻവർ ഒരു പരിക്കേൽപ്പിക്കില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം LDF കേന്ദ്രങ്ങളിലുണ്ട്. UDF ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് ഇത്തരത്തിൽ ഓരോ ഈ അൻവറിൻ്റെ വോട്ടുകൾ കൂടുതൽ, അൻവർ ഒരു 15,000 വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ അതിൽ ഭൂരിപക്ഷവും LDF പിടിക്കുമെന്നും ചെറിയൊരു മാർജിനിൽ രക്ഷപ്പെട്ടു പോകാമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് UDF. പക്ഷേ LDFനാണെങ്കിൽ നിലമ്പൂർ നഗരസഭയിലേക്ക് ഒരു പോളിംഗ് ശതമാനം നമ്മൾ കണ്ടതാണ്. നഗരസഭയിൽ ഉൾപ്പെടെ എല്ലായിടത്തും സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു ആത്മവിശ്വാസം LDFും നൽകുന്നുണ്ട്. മനു, ഈ UDFനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ സ്വാലി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് VV പ്രകാശിന്റെ വിഷയം, മറ്റൊന്ന് SDPI വിഷയം, പിന്നൊന്ന് പെൻഷൻ, ഒപ്പം ലീഗിന് ആര്യാടൻ കോൺഗ്രസ്, അങ്ങനെ തന്നെ പറയണം, ആര്യാടൻ കോൺഗ്രസ് എന്നാണല്ലോ ഈ നിലമ്പൂരിലെ കോൺഗ്രസിനെ കുറിച്ച് ലീഗുകാർ പണ്ട് കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ആര്യാടൻ കോൺഗ്രസിനോടുള്ള എതിർപ്പ് അത് നേതൃതലത്തിൽ അതൊക്കെ പതിയെ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അണികൾക്കിടയിൽ അത് ആ രീതിയിൽ ആ ശത്രുത അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഫാക്ടറുകളൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? മനു, UDFനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് എത്തിയത് മുതൽ UDFനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് പോലും സംഘടനാപരമായി വലിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരു ഭാഗത്ത് VS ജോയി ഉണ്ടായിരുന്നു, പിന്നീട് VV പ്രകാശ് ആ ഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി ഏറ്റുമുട്ടുന്നു. അതായത് മണ്ഡലത്തിൽ, നഗരസഭയിൽ പോലും നമുക്കറിയാം, നിലമ്പൂർ നഗരസഭ എന്ന് പറയുന്നത് ഒരു കാലത്ത് UDFന്റെ കുത്തകയായിരുന്ന ഒരു നഗരസഭയാണ്. LDFനൊന്നും ഒരു സ്വാധീനവും ഇല്ലാതെ കിടന്നിരുന്ന നഗരസഭ. പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് നഗരസഭാ ചെയർമാനായിരുന്നു. ആ നഗരസഭ തന്നെ കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒക്കെ വലിയ മുന്നേറ്റം LDFന് ഈ നഗരസഭയിലുണ്ട്. ഇപ്പോൾ LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. മറ്റൊരു കാര്യം, ഈ ഒരു നഗരസഭയിൽ ഒരു കൗൺസിലർ പോലും മുസ്ലിം ലീഗിനില്ല എന്നതാണ്. ഒരംഗം പോലും മുസ്ലിം ലീഗിന് നിലമ്പൂർ നഗരസഭയിലില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തുമായി വലിയ അകൽച്ച മുസ്ലിം ലീഗിനുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിനുണ്ട്. പക്ഷേ ഇതെല്ലാം UDF എന്ന ഘടകം കൊണ്ട് അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാവും ഇതെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. UDF സംവിധാനം ഏതാണ്ട് കൃത്യമായി തന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തു എന്നാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ UDFനുള്ളത്. അതേസമയം സ്ഥാനാർത്ഥി എന്ന വലിയൊരു ആത്മവിശ്വാസം, നിഷ്പക്ഷ വോട്ടുകൾ LDFന് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം LDF കേന്ദ്രങ്ങൾ
വിവരങ്ങളും നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന മറ്റ് വിവാദങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി സഹകരണമൊക്കെ സഖ്യമൊക്കെ വലിയ ചർച്ചയായിരുന്നു. SDPIക്ക് സ്വന്തം സ്ഥാനാർത്ഥിയുണ്ട്. അവർക്ക് ഏതാണ്ട് 6000-ഓളം വോട്ടുകൾ മണ്ഡലത്തിലുണ്ട്. 4000-ലധികം വോട്ട് ഇത്തവണയും പിടിക്കുമെന്ന് കരുതുന്നുണ്ട്. അതേ സാഹചര്യം തന്നെയാണ് NDA മുന്നണിക്കുമുള്ളത്. NDAക്ക് 12,000-ഓളം വോട്ടുകളുണ്ട്. അത് 16,000 വരെ. കെ സുരേന്ദ്രൻ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ 16,000-ൽ പരം വോട്ടുകൾ NDAക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത്ര വോട്ടുകളിലേക്ക് NDA ഇത്തവണ എത്തില്ല എന്ന ഒരു വിലയിരുത്തൽ NDA കേന്ദ്രങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. പരമാവധി വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് BJP പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഏതായാലും LDFന് ഈ ഘടകങ്ങളെല്ലാം തന്നെ വലിയ ആശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ചയായത്, സർക്കാരിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായത്, സ്വരാജിൻ്റെ ഒരു വ്യക്തിപ്രഭാവം, ഇതെല്ലാം പുറത്തുനിന്നുള്ള വോട്ടുകൾ കൂടി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം LDF ഈ നിമിഷത്തിലും പങ്കുവെക്കുന്നുണ്ട്. മനു, ശരി, ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ കാത്തിരിപ്പ് അങ്ങോട്ട് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഇനി ഏതായാലും ഇങ്ങനെ ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്നില്ല, ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കാം. ആ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ട്. ഏതായാലും നാളെ നേരം വെളുക്കുമ്പോൾ, നാളത്തെ പുലരിയിൽ എന്തായിരിക്കാം നിലമ്പൂർ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത്? കാത്തിരിക്കാം നമുക്ക്.